ഗോലാൻ കുന്ന് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലി ശ്രമം തടയണമെന്ന് തുർക്കി സിറിയയോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ സാമ്രാജ്യ ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് സിറിയയുടെ കൈവശത്തുള്ള ഗോലാൻ കുന്നിൻ്റെ സിംഹഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ശേഷിക്കുന്ന ഭാഗം കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് തകൃതിയായിട്ട് ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിനെ നോക്കി നിൽക്കുക എന്നല്ലാതെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സിറിയ മുന്നോട്ട് വരുന്നില്ല. ഇത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊരു മുന്നറിയിപ്പാണ് തുർക്കി ഇപ്പോൾ സിറിയക്ക് നൽകിയത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഗോലാൻ കുന്നിൻ്റെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. ഒരു ഭാഗം ഇസ്രായേലിൻ്റെ കൈവശത്തിലും മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലും മൂന്നാമതൊന്ന് UN സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുമാണ് അത് ഈ നിലനിന്ന് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ നടത്തിയിരിക്കുന്ന ഒരു വിവാദമായിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അതൊരു സാമ്രാജ്യമാണ്. അത് വിപുലീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ജോർദാൻ പൂർണ്ണമായും, ഈജിപ്ത് പൂർണ്ണമായും, സിറിയ പൂർണ്ണമായും, പിന്നീട് സൗദി അറേബ്യയുടെ സിംഹഭാഗവും ചേർത്ത് കൊണ്ടുള്ള ഒരു സാമ്രാജ്യം ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സിറിയൽ ഭരണപക്ഷം അസദിൻ്റെ ഭരണം വീണതോടുകൂടി അതിൻ്റെ ആരംഭത്തിൻ്റെ പ്രാഥമികമായിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. ശേഷിക്കുന്ന സിറിയയുടെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളെല്ലാം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വെടിക്കോപ്പുകളും സൈനികർക്കായി സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളുടെ ഗോഡൗണുകളടക്കം തകർത്ത സമയത്തും യഥാർത്ഥത്തിൽ സിറിയയിൽ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ $10 ലക്ഷം തലക്ക് ഇനാം പ്രഖ്യാപിച്ച തീവ്രവാദിയുടെ നേതാവായിരുന്നു. അൽ-ഖ്വയ്ദ നേതാവായിട്ടാണ് അറിയപ്പെട്ടത്. പിന്നീട് അവർ സൗഹൃദമായി ലോഹ്യമായി ബന്ധമായി സൗദി അറേബ്യ സന്ദർശനത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് കൊണ്ടാണ് സിറിയയുടെ പ്രസിഡന്റിനെ വിളിക്കുന്നത്. സന്ദർശനം നടത്താനും ഷെയ്ഖാൻഡ് കൊടുക്കാനും വലിയ സഹായ കാര്യങ്ങളൊക്കെ സിറിയയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊക്കെ ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർക്ക് സർവാധിപത്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഏത് രീതിയിലുള്ള സഹായം കൊടുക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവിടെ നിയന്ത്രിക്കുന്നത് ഏറെക്കുറെ അമേരിക്ക തന്നെയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖല ഘട്ടം ഘട്ടമായിട്ട് പിടിച്ചടക്കിക്കൊണ്ട് സർവ്വമേഖലയും സിംഹമേഖലയും കയ്യിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നിൻ്റെ ഏകദേശം 75% ഇപ്പോൾ സിറിയയുടെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. പിന്നീടുള്ളത് UN സഭയുടെ നേതൃത്വത്തിൽ നിന്ന് സൈനികരോട് തന്നെ പിന്മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തിൻ്റെ പകുതിയിലധികവും ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 3 ഭാഗങ്ങളും സിറിയയുടെ കൈവശത്തിലുള്ളതും ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളതും UN സഭയുടെ കൈവശത്തിലുള്ളതും എല്ലാം ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണെന്ന് മാത്രമല്ല, അതിനുശേഷം ചില പ്രാദേശിക ഭാഗങ്ങളും സ്ഥലങ്ങളും വീണ്ടും പിടിച്ചെടുക്കൽ നടത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പറയുന്നത്. അതായത് സിറിയയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഒരു ശബ്ദമുയരാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുക, അവിടെ തീവ്ര ചിന്താഗതിക്കാരോ അൽഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട IS ബന്ധപ്പെട്ട വിഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യുക. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനത്തിൽ തന്നെ സിറിയയിൽ നിയോഗിച്ചിരിക്കുന്നു. അത് മൊസാദിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവൃത്തി നടത്തുന്നു. കാര്യം ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തീവ്രവാദ വിഭാഗമോ അല്ലാത്തവരോ സംഘടിതപരമായ രീതിയിലോ ഈ മറ്റേതെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതര പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യം വിട്ടുപോയിരിക്കുന്ന ബഷർ അൽ അസദിൻ്റെ ഏതെങ്കിലും പിന്തുണയുള്ള വിഭാഗങ്ങളോ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും അവരില്ലാതാക്കും എന്നുള്ളതാണ്. എങ്ങനെയാണോ ലബനാനിൽ ചെയ്യുന്നത്, കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളും രീതികളും സിറിയയിൽ പ്രയോഗിക്കും എന്നുള്ളതും ഇപ്പോൾ തന്നെ ഏകദേശം 10-ലധികം ആളുകളെ
ഈ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അത് ഏത് വിഭാഗമാണ്, ആരൊക്കെയാണ്, ഏത് ഭാഗത്താണ് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ല. കാര്യം രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ മൊസാദിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു പോകാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിറിയ ഏറെക്കുറെ കൈവശത്തിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ പതുക്കെ ജോർദാനിലേക്ക് നീങ്ങുമെന്നാണ്. ജോർദാൻ പൂർണ്ണമായ രീതിയിൽ കീഴടക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യ രാജ്യമായിരിക്കുന്ന സൗദി അറേബ്യയിലേക്ക് കയറാൻ വേണ്ടി പറ്റൂ. ജോർദാനും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്നു, എന്നാൽ ഇസ്രായേലും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്നില്ല. ഇസ്രായേലും ജോർദാനും അതിർത്തി പങ്കിടുന്നു. അപ്പോൾ ജോർദാന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷിയാണ്, സൗഹൃദ രാജ്യമാണ്. വലിയ രീതിയിലുള്ള ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, കയറ്റുമതി ഇറക്കുമതിയുണ്ട്, എല്ലാ രീതിയിലും ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക പല ഘട്ടത്തിലും ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ജോർദാനെ കൈ വഴിഞ്ഞുകൊണ്ട് സഹായിക്കാറുണ്ട്. അതിൻ്റെ സഹായ ഗുണങ്ങളൊക്കെ അവർക്ക് ജോർദാന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാത്ത രീതിയിൽ നിലനിർത്തുന്നതിൽ അമേരിക്ക വലിയ പങ്ക് വഹിക്കുന്നു. അമേരിക്കക്ക് താല്പര്യമില്ലാത്ത ഭരണകൂടമാണെങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ വിമതപക്ഷത്തെ സൃഷ്ടിക്കും, എതിർപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവർത്തനങ്ങൾ ജോർദാനിൽ ഇല്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇവർ തമ്മിൽ സഖ്യകക്ഷികളാണ്, സൗഹൃദ സഖ്യകക്ഷികളാണ്. മാത്രമല്ല ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്ത് അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടി ജോർദാൻ തയ്യാറാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഇറാൻ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ 300ഓളം മിസൈൽ അയച്ചു. അതിൽ ഏകദേശം 100-ലധികം മിസൈലും അതിനെ പ്രതിരോധിക്കാനും പ്രതിരോധിച്ചതും തകർത്തതും ജോർദാൻ്റെ അതിർത്തിയിൽ നിന്നാണ്. ജോർദാൻ്റെ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രത്യേകമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലിനെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നിത്യേനയുള്ള കാഴ്ചയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ 100-ലധികം അവിടെ തകർന്നിട്ടുണ്ട് എന്നുള്ളതും പ്രതിരോധിച്ചുകൊണ്ട് തങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുള്ളതും അമേരിക്ക തന്നെ അവകാശപ്പെട്ട കാര്യമാണ്. ആ സ്ഥിതിയും ആ അവസ്ഥയും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വലിയ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ മുതിരുകയാണ്. നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇവിടുത്തെ അധികാര നിയന്ത്രണങ്ങളൊക്കെ ഒരുപക്ഷെ ഇസ്രായേൽ ഏറ്റെടുക്കുമോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മുളയിലേ നുള്ളണം. അത് എങ്ങനെയാണ്? അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തുർക്കി പറയുന്നു, ലെബനാൻ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ലെബനാനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ 75% ലെബനാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിച്ചു. അതിന് നിരന്തരമായിരിക്കുന്ന ആക്രമണങ്ങളും യുദ്ധപ്രഖ്യാപനവുമാണ് ലെബനാൻ നടത്തിയത്. അതിന് അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായെങ്കിൽ മാത്രമേ അവർ പരാജയപ്പെടൂ. അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ അഭിപ്രായങ്ങളോ കൊടുത്താലൊന്നും അംഗീകരിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ. മാത്രവുമല്ല അവർ തമ്മിൽ കരാറുണ്ടാക്കിയാൽ പോലും ആ കരാർ ഒരിക്കലും പാലിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കണം. അതിന് ഇസ്രായേൽ അതിർത്തി കടന്ന് വരുന്ന സമയത്ത് തന്നെ അവർ ആക്രമിക്കണം. അങ്ങനെ ആക്രമിച്ചെങ്കിൽ മാത്രമേ അവർ പരാജയപ്പെടുകയുള്ളൂ, അവരുടെ നയങ്ങളിൽ നിന്ന് അവർ മാറ്റം വരുത്തുകയുള്ളൂ, സൗഹൃദപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ എത്തുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം. വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ നൂതന സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർത്ത് ലിങ്ക് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഇറാൻ്റെ ഭാവിയിലുള്ള പ്രസിഡന്റിൻ്റെ പേര് പോലും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തിരിച്ചടികൾ അതിശക്തമാണ് ആയതിനാൽ ഈ ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. മുന്നേറാൻ പറ്റാത്ത വിധമുള്ള നാണം കെട്ട പരാജയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും എത്തിയത് ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു അക്രമത്തെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് അവർ ഉറപ്പിച്ചു
വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ അവരൊരുക്കുകയും ചെയ്തിരിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഒരു 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 പർവ്വത നിര പോലെയുള്ള ഒരു സംവിധാനം പോലും ഈ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. അതിന് അയൺ ഡോമിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല, താഡ് സിസ്റ്റത്തിന് സാധിക്കില്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നിന്നാൽ പോലും സാധിക്കാത്ത വിധമാണ് ഹൈപ്പർസോണിക്കിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇറാൻ ആരംഭിച്ചത്. അത് നിരന്തരം ഈ ഇടവിട്ടാത്ത രീതിയിൽ ഇസ്രായേലിലേക്ക് അത് പ്രവേശിച്ച സമയത്ത് എല്ലാവിധ പ്രതിരോധവും തകർത്തുകൊണ്ട് തരിപ്പണമാക്കി എന്നുള്ളതാണ് അന്ന് മുതൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോഴും ലോകം അത്ഭുതപ്പെടുന്ന അങ്ങനെ തന്നെയാണ്, ഇസ്രായേലിനെ അങ്ങനെ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ അതിജീവിക്കാൻ സാധിക്കും, തുർക്കിക്ക് അതിജീവിക്കാൻ സാധിക്കും, ഒരു പരിധിവരെ ഈജിപ്തിനും സാധിക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഒരു ഭരണകൂടം പേരിനുണ്ട് എന്നല്ലാതെ അവർക്ക് പ്രാദേശികപരമായിരിക്കുന്ന പ്രശ്നത്തിന് പോലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ഭരണകൂടമായിട്ട് അത് മാറിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, സിറിയ ഒരു ലക്ഷ്യഭൂമിയാണ്. അവിടേക്ക് കയറുന്ന സമയത്ത് തന്നെ അവരുടെ കാല് വെട്ടണം. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഭൂപ്രദേശത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കൂ എന്ന് തുർക്കി സിറിയയോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.